ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഒരു ദിവസം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആളുകൾ ഈശോടൊപ്പം എത്തി. സമയം പോയത് അറിഞ്ഞില്ല. അവസാനം ഈശോയ്ക്ക് മനസ്സിലാക്കിയാണ് ഇവരെ പിരിച്ചുവിടണം, പക്ഷേ ഇവർ പോയാൽ വഴിയിൽ തളർന്നു വീഴാൻ സാധ്യതയുണ്ട്. അത്രത്തോളം വൈകിയിരിക്കുന്നു, ഇവരൊന്നും കഴിച്ചിട്ടില്ല. ഈശോ അവർക്ക് വേണ്ടി 5 അപ്പവും 2 മീനും എടുത്ത് മുറിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കുക. വലിയൊരു അത്ഭുതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 14 അധ്യായം 20 തിരുവചനം. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. വിശന്നിരുന്നവരെല്ലാവരും ഈശോയുടെ മുമ്പിൽ തൃപ്തരായി എന്നുള്ളതാണ്. തൃപ്തരായി എന്ന് മാത്രമല്ല, മിച്ചം വന്നു. 12 കുട്ട നിറയെ മിച്ചം വന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന സമൃദ്ധിയെക്കുറിച്ച് പറയുക. സമൃദ്ധി മാത്രമല്ല, തളർന്നിരുന്നവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് കാരുണ്യം തോന്നി. അവർ ചോദിക്കാതെ തന്നെ അവർ അവസ്ഥ അറിഞ്ഞിട്ട് ഇടപെടുന്ന ഒരു ദൈവം. നിൻ്റെ ജീവിതത്തെ ഈ കർത്താവ് കാണുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഈ കർത്താവ് ഇടപെടും. നിൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഈ കർത്താവ് കൊണ്ടുവരും. ഒന്നുണ്ട്, നീ കർത്താവിൻ്റെ കൺമുമ്പിലായിരിക്കണം. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കർത്താവിൻ്റെ ദൃഷ്ടികൾ നിന്നിൽ പതിയാനായിട്ട് ഇടവരണം. കർത്താവിനോടൊപ്പമായിരുന്നവർക്ക് വേണ്ടിയാ ഇവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചായിട്ട് നാം കാണുക. നിൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകൾ കൊണ്ടും നിറയ്ക്കട്ടെ. എപ്പോഴും നിൻ്റെ ദൃഷ്ടി വളർന്നു വരുവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ടതായ സംരക്ഷണം നൽകണമേ, കൃപകൾ നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.